ഇഞ്ചിക്കറി എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? സദ്യയുടെ കൂടെ മാത്രമല്ല, ദോശ, ഇഡ്ഡലി, പിന്നെ ബിരിയാണിയുടെ കൂടെയൊക്കെ കഴിക്കാൻ എല്ലാത്തിൻ്റെ കൂടെ ഇഞ്ചിക്കറി നല്ല ടേസ്റ്റാണ്. പക്ഷെ ഇഞ്ചിക്കറിനെക്കാട്ടിയും ടേസ്റ്റുള്ള വേറെ ഒന്നുണ്ട്. അതായത് വടക്കൻ മലബാർ ഭാഗത്തൊക്കെ ഉണ്ടാക്കുന്നതാണ് മുളകാ പച്ചടി എന്ന് പറഞ്ഞിട്ട്. നല്ല ടേസ്റ്റാണ്. ഒരുപാട് കാലം ഇത് നമുക്ക് സൂക്ഷിച്ചു വെക്കാനും പറ്റും. പൊതുവെ ആരും ഇത് ഉണ്ടാക്കിയിട്ട് കാണാറില്ല. സദ്യയുടെ കൂടെ ഒന്നും ഇതുവരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പേളിമാണിൻ്റെ ആ ഒരു സദ്യ കഴിക്കുന്ന വീഡിയോയിലാണ് ഫസ്റ്റ് ടൈം ഇത് കണ്ടത്. അപ്പോൾ ഇതിൻ്റെ പേര് കേട്ടപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ റെസിപ്പിയൊക്കെ തപ്പിപ്പിടിച്ച് ഉണ്ടാക്കി നോക്കിയപ്പോൾ സൂപ്പറായിരുന്നേ. എന്തായാലും വെറുതെ വരുന്നില്ല, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കും നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു 250 ഗ്രാം പുളിയാണ്. അത് കഴുകിയിട്ട് ഒരു 2 കപ്പ് ചൂടുവെള്ളത്തിൽ ഒരു 20 മിനിറ്റ് കുതിരാൻ വെക്കാം. ഈ ഒരു ടൈമിൽ തന്നെ ഒരു 4 വലിയ പീസ് ശർക്കര എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഉരുക്കിയെടുക്കാൻ വെക്കാം. പിന്നെ മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ എള്ള്, കറുത്ത എള്ള്, ഒരു 3 ടേബിൾ സ്പൂൺ ഉഴുന്ന്, പിന്നെ 1 ടേബിൾ സ്പൂൺ കടുക്, പിന്നെ 1 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും, പിന്നെ എരിവിന് പച്ചമുളകാണ്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക. ഞാനിപ്പോൾ ഒരു 16 എണ്ണം എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകൊക്കെ ആണെങ്കിൽ ഒരു 10 എണ്ണമൊക്കെ എടുത്താൽ മതി. ഇനി ഇത് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് കീറിട്ട് കൊടുക്കാം. അതായത് പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കരുത്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് വരയിട്ട് കൊടുത്താൽ മതി കത്തി വെച്ചിട്ട്. അങ്ങനെ എല്ലാ പച്ചമുളകും ഇതുപോലെ തന്നെ ചെയ്യുക. ഇതിന് നമുക്ക് എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കാനുള്ളതാണ്. അപ്പോൾ പൊട്ടിത്തെറിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ വരയിട്ട് കൊടുക്കുന്നത്, കീറിട്ട് കൊടുക്കുന്നത്. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് നമുക്ക് ഉഴുന്ന് ആദ്യം ഒന്ന് വറുത്തെടുക്കാം. ഉഴുന്ന് നല്ലതുപോലെ കഴുകിയതാണ്, കഴുകിയിട്ട് ഡ്രൈ ആക്കി എടുത്തതാണ്. അത് നല്ല ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് വറുത്തെടുക്കണം. നല്ലൊരു മണമൊക്കെ വരുമ്പോൾ നമുക്കിത് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് എള്ള് വറുത്തെടുക്കാം. എള്ളും കഴുകിയതാണ്, കാരണം എള്ളിനൊക്കെ ഒരു കച്ചറ ഉണ്ടാവും. അപ്പോൾ അരിപ്പിലിട്ട് ജസ്റ്റ് ഒന്ന് പൈപ്പിൻ്റെ താഴെ പിടിച്ച് ഒന്ന് കഴുകിയെടുത്താൽ മതി. ഇത് നമുക്ക് ഒന്ന് പൊട്ടി വരുന്നവരെ ഒന്ന് മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് തീ ഓഫ് ചെയ്യാം. പെട്ടെന്ന് തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി കടുക് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. ഒരുപാട് സമയം വെച്ചിട്ട് വറക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഇതും മാറ്റാം, പാത്രത്തിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് വറുത്തെടുക്കുന്നതിന് വരെ ഒന്നിച്ച് തന്നെ വറുത്ത് പൊടിച്ചുകൂടി. അങ്ങനെ ചെയ്യരുത്. കാരണം ഉഴുന്നിന് കുറച്ച് ടൈം കൂടുതൽ വേണം ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അതേസമയം എള്ളിന് കുറച്ച് കുറവാണ്. കടുക് ചെറുതായി ചൂടാക്കിയുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചിട്ട് ആ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ എള്ളെണ്ണ ചൂടാക്കിയിട്ട് നമ്മുടെ പച്ചമുളക് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണേ. പിന്നെ എള്ളെണ്ണ തന്നെ എടുക്കണം, വെളിച്ചെണ്ണയിൽ നിന്ന് എടുക്കരുത്. ഈ എള്ളെണ്ണയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ അതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു അരിപ്പയിലേക്ക് നമ്മുടെ പുളി നല്ലതുപോലെ കൈകൊണ്ട് ഞെരടിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഈ അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി നല്ലതുപോലെ കൈകൊണ്ട് നമുക്കൊന്ന് ഉടച്ചെടുക്കാം. ഈ ഒരു ടൈമിൽ ഒരു 2 കപ്പൊക്കെ വെള്ളം ഒന്നുകൂടി നമുക്കിതിലേക്ക് ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുക്കുക. വെള്ളം ഒരു 2 കപ്പൊക്കെ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ ഉരുക്കിയ ശർക്കരയില്ല, അത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളപ്പിച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മുടെ വറുത്ത് വെച്ച പച്ചമുളകില്ലേ, അത് ആ എള്ളെണ്ണയോട് കൂടെ തന്നെ ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ, അതായത് മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഫുൾ ഫ്ലെയിമിൽ വെക്കരുത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് കുറുകി വരുന്നവരെ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ വറ്റിച്ചെടുക്കുക. അപ്പോൾ തീ ഒട്ടും കൂട്ടി കൊടുക്കരുത്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കുറുകി വരുമ്പോൾ നമ്മൾ പൊടിച്ച് വെച്ച പൊടികളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇത് മിക്സ് ചെയ്യുന്നതിന് ഇത് കട്ടിയായിട്ട് വരുന്നുണ്ട്, നല്ല കുറുകി വരുന്നുണ്ട്. അതായത് നമ്മൾ ഇതിൽ ഉഴുന്നിൻ്റെ പൊടിയൊക്കെ ചേർത്തതല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിന് കുറുകി വരും. അപ്പോൾ നമുക്കൊരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കിയാൽ മതി. കണ്ടില്ലേ, നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ട് നല്ല ഷൈനി ആയിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് അങ്ങ് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെയാണ് വേണ്ടത്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം എടുത്തു വെച്ചിട്ടുള്ള ഉലുവ പൊടിച്ചതില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
അതും കൂടി ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് കടുക് വറുത്തിടണമെന്ന് നിർബന്ധമില്ലേ, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി, അത് ഓപ്ഷനിലാണ്. ഞാനിപ്പോൾ കടുക് വറുത്തിടുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ കണ്ടില്ലേ, ഇത് നന്നായിട്ട് ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇതിന് നമുക്കൊരു ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റാം. എന്നിട്ട് 1 വർഷം വരെയൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കേടുകൂടാണ്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. അതായത് നിങ്ങൾക്ക് പുളിമുട്ടായിയൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാവും. നല്ലൊരു പുളിയും മധുരവും ഒക്കെ ആയിട്ട്. അതുമാത്രമല്ല ഇതിന് നല്ല ഹെൽത്തിയാണ്. കാരണം നമ്മൾ ഇതിൽ എള്ളൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ്. ഒരുപാട് ഓയിലും ചേർത്തിട്ടില്ല. പിന്നെ ഇത് ഇഡ്ഡലി, ദോശ, അതുപോലെ ബിരിയാണിയുടെ കൂടെയൊക്കെ അച്ചാറിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ ബെസ്റ്റാണ്. പെട്ടെന്ന് രാവിലെ ഒരു കറിയൊക്കെ ഇല്ലെങ്കിൽ എന്തായാലും ചട്നിക്ക് പകരം ഇതൊക്കെ എടുക്കാം. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അറിയുന്നവരുണ്ടോ അറിയാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആ പച്ചമുളക് ഇതിൽ കിടന്ന് നല്ലതുപോലെ വെന്ത് കഴിഞ്ഞതാണ്. അപ്പം നമുക്ക് ഇതിൽ ആ ഇട്ട പച്ചമുളകില്ലേ, അത് കഴിക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ മുളകാ പച്ചടീൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു. അസ്സലാമു അലൈക്കും.